മാഷിൻ്റെ മജിസ്ട്രേറ്റ് കോടതി പോരാതെ വരുമെന്നാണ് തോന്നുന്നത് ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ, അല്ലേ? കേട്ടില്ല. അല്ല, ഞാൻ പറഞ്ഞതേ മാഷ് മജിസ്ട്രേറ്റായിട്ടാണ് മലയാള സിനിമയിലേക്ക് എത്തിയത്. ആ സിനിമയിലെ എന്നാൽ താൻ കേസ് കൊടുക്കുന്ന സിനിമയിലെ ആ വേഷത്തിലൂടെ വന്ന മലയാളികൾക്ക് സുപരിചിതനായി മാറിയത്. അപ്പം മാഷിൻ്റെ മജിസ്ട്രേറ്റ് കോടതി പോരാതെ വരുമെന്ന് തോന്നുന്നു ഇപ്പോഴത്തെ ഈ പ്രശ്നങ്ങളൊക്കെ കണ്ടിട്ട്. കാര്യം കുറച്ച് ഗൗരവമാണ്, കുഴപ്പത്തിലാണ്. എന്താണ് നമ്മളെ കോടതി പോരാ എന്തായാലും, അതുറപ്പായി അല്ലേ? നമ്മൾ മേൽക്കോടതിക്ക് റെഫർ ചെയ്യാണ് അല്ലേ? അതെ അതെ. മാഷെ ഈ വിഷയത്തിൽ മാഷ് ഇന്ന് പറഞ്ഞിരുന്നു, ഇങ്ങനെ എല്ലാവരും കൂടി രാജിവെച്ച് ഒരു സംഘടന ഇങ്ങനെ അന്തരീക്ഷത്തിൽ നിർത്തുന്നത് പോലെ പോയത് ശരിയായില്ല എന്ന് മാഷ് ഉച്ചയ്ക്ക് പറയുന്നത് കേട്ടു. എന്തുകൊണ്ടാണ് അങ്ങനെ ചിന്തിച്ചത്? ഇപ്പോൾ വിനു മോഹൻ പറഞ്ഞത് കേട്ടല്ലോ, അവരെല്ലാവരും കൂടി ഒഴിഞ്ഞു, അതിൻ്റെ പല സാഹചര്യങ്ങളെക്കുറിച്ചും പറഞ്ഞു. മാഷ് എന്താണ് അങ്ങനെ പറയാൻ ഉണ്ടായ കാര്യം? ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ ഉപഭാരവാഹിയായിട്ടുള്ള ജയൻ ചേർത്തല ഒരു കാര്യം പ്രത്യേകം പത്രക്കാരോട് പറയുന്ന, മാധ്യമങ്ങളോട് പറയുന്നത് ശ്രദ്ധിച്ചു. അദ്ദേഹം പറഞ്ഞത്, ഇങ്ങനൊരു തീരുമാനം നിങ്ങൾ ആരെങ്കിലും പ്രതീക്ഷിച്ചിരുന്നോ എന്ന് മാധ്യമപ്രവർത്തകരോട് ചോദിച്ചത്. യഥാർത്ഥത്തിൽ ഞാനും അങ്ങനെ ഒരു തീരുമാനം പ്രതീക്ഷിച്ചതേ അല്ല. ശരിക്കും തീർത്ത് ഞെട്ടിക്കുന്നതായിരുന്നു ഈ തീരുമാനം എന്നുള്ളതാണ്. ഇങ്ങനൊരു തീരുമാനം എടുക്കേണ്ടതില്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. നേരത്തെ പറഞ്ഞതുപോലെ ആരോപണ വിധേയരായിട്ടുള്ളവർ മാറി നിൽക്കുക. സ്വാഭാവികമായും അന്വേഷണം നടക്കും. അന്വേഷണം നടന്ന് അവരൊക്കെ കുറ്റവിമുക്തരാണെന്ന് മനസ്സിലാക്കിയാൽ സ്വാഭാവികമായി ഇതിന് തിരിച്ചു വരാം. അല്ലെങ്കിൽ അത്തരം ആളുകൾ മാറി നിൽക്കുമ്പോൾ സ്വാഭാവികമായും നമുക്ക് ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്ക് അധികാരമുണ്ടല്ലോ, പകരം ആളുകളെ കോപ്റ്റ് ചെയ്യാം. അങ്ങനെ കോപ്റ്റ് ചെയ്തുകൊണ്ട് നിലവിലുള്ള കമ്മിറ്റി തുടരണം എന്ന് തന്നെയായിരുന്നു എൻ്റെ അഭിപ്രായം. പക്ഷേ നമ്മളെ അഭിപ്രായത്തിന് ഇപ്പോൾ തൽക്കാലം വിലയില്ലല്ലോ. എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലുള്ളവർ എടുത്തൊരു തീരുമാനമാണ്. ഇനിയിപ്പോൾ ജനറൽ ബോഡി 2 മാസം കഴിഞ്ഞാൽ ഉണ്ടാവും എന്നാണ് പറയുന്നത്. ആ ജനറൽ ബോഡി വരുമ്പോൾ നമ്മുടെ അഭിപ്രായം നമ്മൾ പറയും. യഥാർത്ഥത്തിൽ ഇന്നിപ്പോൾ പുറത്തു വന്ന വിവരം അനുസരിച്ചാണെങ്കിൽ, ഇപ്പോൾ ഞാൻ സംസാരിച്ച വിനു, അതുപോലെ തന്നെ ടൊവിനോ, അനന്യ, ഇവർ മറ്റൊരാളും കൂടിയുണ്ട്. അപ്പോൾ അങ്ങനെ 4 പേര് വ്യത്യസ്തമായ അഭിപ്രായം പറഞ്ഞു. ഇപ്പോൾ മാഷ് പറഞ്ഞതുപോലെ ഇങ്ങനെ പോവുകയല്ല ചെയ്യാൻ. അതിനവർ പറയും, ഇപ്പോൾ വിനു പറഞ്ഞൊരു കാരണം അതിനകത്ത് കുറേ പെൻഷനും മറ്റുമൊക്കെ കൊടുക്കുന്നുണ്ട്, ഇതെല്ലാം നിന്നു പോവില്ലേ എന്നാണ്. വിനു തന്നെ പറയുന്നുണ്ട്, അതെല്ലാം ഈ സംവിധാനം ഇല്ലെങ്കിലും അവിടെ നല്ല വൃത്തിയായി നടന്നു പോകുന്നുണ്ട് എന്ന് പറഞ്ഞു. അത് സംവിധാനമൊന്നും ബുദ്ധിമുട്ടുണ്ടാകില്ല. പക്ഷേ ഇവരുടെ ഒരു വിയോജിപ്പ് എന്നത് യഥാർത്ഥത്തിൽ മാഷൊക്കെ പറയുന്നല്ലേ, ഇതിന് പുറത്തുനിന്ന് എന്നാൽ അംഗങ്ങളാണ് 500-ൽ പരം അംഗങ്ങളുണ്ട്. അതിൽ ഒരംഗമാണ് താങ്കളും മാഷും. അപ്പോൾ നിങ്ങളൊക്കെ ഉന്നയിക്കുന്നത് പോലെ ചിന്തിച്ച കുറച്ച് ആളുകളെങ്കിലും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നു എന്ന് തോന്നുമ്പോഴോ കേൾക്കുമ്പോഴോ എന്താണ് മാഷിന് പറയാനുള്ളത്? അതാണ് ശരിയായ ഒരു രീതി എന്ന് പറയുന്നത്. ഒരു തിരഞ്ഞെടുക്കപ്പെട്ട കമ്മിറ്റി ഒന്നിച്ച് രാജിവെച്ച് പോകേണ്ട കാര്യം ഉണ്ടായിട്ടില്ല. അവർ രാജിവെക്കാതെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ കോപ്ഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിഗണിക്കണമായിരുന്നു. അഥവാ ഇപ്പോൾ ബഹുമാനപ്പെട്ട ഇതിൻ്റെ പ്രസിഡന്റ് സെക്രട്ടറി മാറി, സ്വാഭാവിക സെക്രട്ടറി മാറിക്കഴിഞ്ഞാൽ ഉപഭാരവാഹിക്ക് അതിൻ്റെ ചാർജ് കൊടുക്കാം. അതല്ലെങ്കിൽ പുതിയ ആളുകളെ നമുക്ക് കോപ്റ്റ് ചെയ്ത് അവർക്ക് ചാർജ് കൊടുക്കാം. അങ്ങനെയുള്ള ഓപ്ഷനൊക്കെ ഉണ്ട് എന്ന് തോന്നുന്നു എനിക്ക്. ഭരണഘടന കൃത്യമായി ഞാൻ വായിച്ചു പഠിച്ച ആളല്ല. ഞാനും അതാണിപ്പോൾ വിനുവിനോട് ചോദിച്ചത്. ഞാനും മനസ്സിലാക്കുന്ന ബൈല അനുസരിച്ച് അങ്ങനെ സാധ്യതയുണ്ട്. എന്താണ്, ജോയിൻറ്റ് സെക്രട്ടറി ബാബുരാജാണ്. അദ്ദേഹത്തിന് അദ്ദേഹം പറ്റില്ല എങ്കിൽ ഈ പറഞ്ഞ ഇത്രയധികം എക്സിക്യൂട്ടീവ് അംഗങ്ങളിൽ നിന്ന് ഒരാളെ കോപ്റ്റ് ചെയ്യാം. മാത്രമല്ല, എന്നോട് ഒരാൾ പറഞ്ഞത് ഈ 506 മറ്റാണ് പറഞ്ഞത്, 500-ൽ പരം അംഗങ്ങളിൽ നിന്ന് തന്നെ യോഗ്യരായ ആളുകളെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്കൊക്കെ കോപ്റ്റ് ചെയ്യാൻ പോലും കഴിയുന്ന വിധം പ്രവർത്തിക്കാൻ കഴിയും. പക്ഷേ അത്തരം കാര്യങ്ങളിലേക്കൊന്നും ശ്രദ്ധിക്കാതെ അല്ല. ഇപ്പോൾ കഴിഞ്ഞ ഇലക്ഷൻ പറഞ്ഞോളൂ. ഇപ്പോൾ ഉള്ള ഈ 17-അംഗ കമ്മിറ്റിയിൽ ഇപ്പോൾ ഉള്ള 17-അംഗ കമ്മിറ്റിയും നമ്മളെ തെരഞ്ഞെടുപ്പിലൂടെ വന്നവരല്ല. അവരെ കോപ്റ്റ് ചെയ്തതാണ്, പിന്നീട് കോപ്റ്റ് ചെയ്തതാണ്. യഥാർത്ഥത്തിൽ എല്ലാവരെയും 17-അംഗ കമ്മിറ്റിയും ജനറൽ ബോഡി തിരഞ്ഞെടുത്തതല്ല. ഭാരവാഹികൾ മാത്രമാണ് തിരഞ്ഞെടുക്കപ്പെട്ടത് അല്ലേ? ഇതിൻ്റെ ഭാരവാഹികൾ മാത്രമല്ല, കമ്മിറ്റി അംഗങ്ങളെയും തിരഞ്ഞെടുത്തു. നിങ്ങൾ ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, യഥാർത്ഥത്തിൽ ഇലക്ഷനിൽ 4 വനിതാ സംവരണമുണ്ട്. ആ 4 വനിതാ സംവരണം മാറ്റി നിർത്താതെയാണ് എല്ലാവരും ഒരു കോമൺ ആയിട്ടൊരു മത്സരം നടന്നു. അതിൻ്റെ പേരിൽ ചെറിയൊരു വിഷയം ഉണ്ടായിരുന്നു അന്ന്. അപ്പം പിന്നീടാണ് അതൊരു
യഥാർത്ഥത്തിൽ മാധ്യമങ്ങളിലൊക്കെ വന്നതാണ്. രമേശ് പിഷാരടി യഥാർത്ഥത്തിൽ കൂടുതൽ വോട്ട് കിട്ടി ഈ കമ്മിറ്റിയിൽ വന്ന ഒരാളാണ്. പക്ഷേ അദ്ദേഹത്തെ ഉൾപ്പെടെ, അതായത് 8ാമത്തെ ആളെന്ന തരത്തിൽ പിഷാരടി ഉൾപ്പെടെ ബാക്കിയുള്ള എല്ലാവരെയും ഒഴിവാക്കാനാണ് അന്ന് ഉണ്ടായ ഒരു ധാരണ. പക്ഷെ അത് പിന്നീട് തിരുത്തി.